നമ്മളിപ്പോൾ കാണുന്നത് ബി എം ഡബ്ല്യുവിൻ്റെയും ടൊയോട്ടയുടെയും ഒക്കെയും സെയിൽസാണ്. ഏതൊരു വാഹനവും മാർക്കറ്റിൽ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കാണുന്നത്. 2024 ടൊയോട്ട കമ്പനിയാണ് ബി എം ഡബ്ല്യു കാറിനെ പിമ്പിലാക്കിയത്. ബി എം ഡബ്ല്യു കമ്പനി ആഡംബരത്തിൻ്റെ പര്യായമാണ്. വലിയ വലിയ പണക്കാർ മാത്രമേ ബി എം ഡബ്ല്യു കാറുകൾ വാങ്ങാറുള്ളൂ. സാധാരണക്കാർക്കൊന്നും ആ കാർ എടുക്കാൻ കഴിയില്ല. ടൊയോട്ട കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കാറുകളാണ്. അത് ഡ്യൂറബിലിറ്റി ഉള്ള കാറുകളാണ്, ജാപ്പനീസ് കാറുകളാണ്. എത്രമാത്രം ഓടിച്ചാലും കേടുവരില്ല. അതാണ് ടൊയോട്ട കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ 5 സീറ്റർ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ക്വാളിസ് അല്ലെങ്കിൽ ടൊയോട്ട ഇന്നോവയായിരിക്കും. ടൊയോട്ട ഇന്നോവയുടെ പല വേർഷൻസ് വന്നിട്ടുണ്ട്, ക്വാളിസ് നിർത്തിപ്പോയെങ്കിലും. കാരണം ടൊയോട്ടയ്ക്ക് ആണ് ഡ്യൂറബിലിറ്റി കൂടുതലുള്ളത്. ഇന്നോവയെ വെല്ലുവിളിക്കാൻ ഒരു വണ്ടിയും കേരളത്തിൽ നിന്ന് വരെ ഇറങ്ങിയിട്ടില്ല. എത്ര ഓടിച്ചാലും ഇത് കേടുവരില്ല. കഴിഞ്ഞ ദിവസം നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. 1,00,000 മുകളിൽ ഓടിയിട്ടും അതിന് കേടില്ല, പാർട്സിന് ഒന്നിനും കേടില്ല. അതേസമയം ബി എം ഡബ്ല്യു ആ സ്ഥാനത്ത് ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് മെയിൻ്റെനൻസ് വരും. ടൊയോട്ടയും ബി എം ഡബ്ല്യുവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമാണത്. പലർക്കും അത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടൊയോട്ട കമ്പനിയാണ് ഡ്യൂറബിലിറ്റിയും മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത്. ബി എം ഡബ്ല്യു വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ അത് ഒരുപാട് ഓടിക്കഴിയുമ്പോൾ അതിന് മെയിൻ്റെനൻസ് വരും. ടൊയോട്ട കമ്പനിയുടെ അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ ബി എം ഡബ്ല്യുവിന് കഴിയില്ല. അതുകൊണ്ടാണ് ടൊയോട്ട കമ്പനി ഒരുപാട് സെയിൽസ് നടത്തുന്നതും ബി എം ഡബ്ല്യു പിമ്പിലാകുന്നതിൻ്റെ കാരണവും അതാണ്.